എല്ലാവർക്കും മെക്പോ ആൻഡ് കേരള പി സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് തെർമോഡൈനാമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരുപാട് കേരള പി സി എക്സാമിനുകളുണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അടുത്തതായിട്ട് പമ്പ് ഓപ്പറേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം വാട്ടർ അതോറിറ്റി വരുന്നുണ്ട്, പോളി ലെക്ചറർ എക്സാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഉപയോഗപ്രദമാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തെർമോഡൈനാമിക്സിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ്. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് എക്സ്റ്റെൻസീവ്, പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഇന്റൻസീവ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഒരു എന്ത് ഫംഗ്ഷൻ ആണ്? എനർജി ഒരു പോയിന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? എനർജി ഒരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ എന്താണ് പോയിന്റ് ഫംഗ്ഷൻ? പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി എൻ സ്റ്റേറ്റ്സ് ഓൺലി. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എനർജി അതുപോലെ തന്നെ പോയിന്റ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. പോയിന്റ് ഫംഗ്ഷൻസിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആണ് എനർജി. ദെൻ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന്, എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, അതുപോലെ തന്നെ ഒരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ അഡിയാബാറ്റിക് പ്രോസസ് ദ വർക്ക് ഡൺ ഫോർ എ ഗിവൺ പെയർ ഓഫ് n states depends on. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്. വാല്യൂ ഓഫ് ഇൻഡെക്സ് n, മാസ് ഓഫ് ദ സിസ്റ്റം, n സ്റ്റേറ്റ്സ് ഓൺലി, ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു അഡിയാബാറ്റിക് പ്രോസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ദ വർക്ക് ഡൺ ഫോർ എ ഗിവൺ പെയർ ഓഫ് n states ഡിപ്പെൻഡ്സ് ഓൺ. അത് n സ്റ്റേറ്റ്സിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ n സ്റ്റേറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, പി വി ഡയഗ്രം തന്നിട്ടുണ്ട്. ഐസോബാറിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക് എന്ന് പറഞ്ഞ 4 പ്രോസസ് തന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ ആണ് തന്നിട്ടുള്ളത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അഡിയാബാറ്റിക് പ്രോസസ്സിന് ഒരു ഫിക്സ്ഡ് പാത്ത് ഉണ്ട്. അതിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞ പി വി ഡയഗ്രത്തിൽ നമുക്ക് ഏരിയ അണ്ടർ ദി പി വി ഗ്രാഫ് ആയിരിക്കും നമുക്ക് വർക്ക് ഡൺ കിട്ടുക. അപ്പൊ എൻഡ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രത്തോളം വർക്ക് എന്നുള്ളത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത്. ആൻസർ n സ്റ്റേറ്റ്സ് ആണ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An ideal gas is compressed to half of its initial volume by means of several processes. Which of the process result in the maximum work done on the gas? ഇതൊരു കംപ്രഷൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക്. കംപ്രഷൻ ചെയ്താലും കംപ്രഷനിൽ ഐസോകോറിക് ആണെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആണ്. ഐസോബാറിക്കിൽ കംപ്രഷൻ നടക്കില്ല, പ്രഷർ സെയിം ആയിരിക്കും. പിന്നെയുള്ള നമുക്ക് ഐസോതെർമലും അഡിയാബാറ്റിക്കും ആണ്. ആൻസർ എന്ന് പറയുന്നത് കംപ്രഷന്റെ കേസിൽ അഡിയാബാറ്റിക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിനുവേണ്ടി ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ കംപ്രഷൻ എക്സ്പാൻഷൻ കൊടുത്തിട്ട് കംപ്രഷന്റെ ഗ്രാഫ് n=0 ഐസോബാറിക് ആണ്. n=ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോളിട്രോപിക് ഇൻഡെക്സ് ഇൻഫിനിറ്റി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. n=1 ഐസോതെർമൽ ആണ്. n=ഗാമയാണ് നമ്മളുടെ അഡിയാബാറ്റിക് ആയിട്ട് വരുന്നത്. ഇവിടെ 0 to 3 എന്ന് പറയുന്ന പ്രോസസ് അഡിയാബാറ്റിക്കിലായിരിക്കും ഏരിയ അണ്ടർ ദി പി വി ഡയഗ്രം മാക്സിമം ഉണ്ടാവുക. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കംപ്രഷന്റെ കേസിൽ അഡിയാബാറ്റിക് പ്രോസസ്സിലായിരിക്കും വർക്ക് ഡൺ കൂടുതലായിട്ട് ഉണ്ടാവുക. നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ദ മോളാർ ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ gas at constant volume is found to be 8 calorie per mole Kelvin. Find the ratio of Cp/Cv for the gas. The specific heat ratio ആണ് ചോദിച്ചിരിക്കുന്നത്. ഗാമയുടെ വാല്യൂ, the gas constant R is equal to 4 calorie per mole Kelvin എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. (1.4, 1.5, 1.66, 1.33
അങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. സി പി മൈനസ് സി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്, ആറിൻ്റെ വാല്യൂ ആണ്. ദെൻ സി പി ബൈ സി വി കണ്ടുപിടിക്കണം. സി വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും, ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A loaded domestic refrigerator consumes 1 kilowatt hour of energy during a certain period. The internal energy of the system drops by 5000 kilojoule. The quantity of heat transferred from the system to the surrounding will be. ഇതിന്റെ ഓപ്ഷൻസിലേക്ക് പോവാം. 86 മെഗാജൂൾ, 860, 8.6, 0.86. അറിയാം, ഒരു ലോഡഡ് റെഫ്രിജറേറ്ററിന്റെ കേസിൽ നമുക്കറിയാം ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. dq = du + w. ഇവിടെ 1 കിലോവാട്ട് ഓഫ് എനർജി കൺസ്യൂം ചെയ്തു, വർക്ക് അതിന് നമ്മൾ 3600 കിലോ ജൂൾ ആയിട്ട് മാറ്റി. ഇന്റേണൽ എനർജി ഡ്രോപ്പ് ആണ് ചെയ്തത്, -5000 ആണ്. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. വർക്ക് ഡൺ 8.6 മെഗാജൂൾ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ആണ് q = u + w. Sixth question. The efficiency of Carnot engine is 25%. The efficiency is increased to 30% when the sink temperature is reduced by 20 degrees centigrade. What will be the source temperature? Options under 300 Kelvin, 400 Kelvin, 500 Kelvin and 600 Kelvin. Efficiency തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. 1 - T1 - T2 0.25 നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ T2 - 20 / T1 എന്ന് പറയുന്നത് 1 - T2 / 20 / T1 എന്ന് പറയുന്നത് 0.3 ആണ്. 30% ആയി. T2 / 20 0.7 എന്ന് എഴുതാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്, രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ആൻസർ എന്ന് പറയുന്നത് T1 400 കെൽവിൻ ആയിട്ട് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എഫിഷ്യൻസി = 1 - T1 / T2. രണ്ട് കേസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുന്ന ആൻസർ 400 കെൽവിൻ ആയിരിക്കും. Which of the following thermodynamic law is responsible for heat transfer എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0th law, first law, second law, third law. ഈ തെർമോഡൈനാമിക് ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പറയുന്ന തെർമോഡൈനാമിക് ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. കെൽവിൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ heat to transfer from low temperature to high temperature without any external agency എന്നാണ് പറയുന്നത്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് അത് കൃത്യമായി പറയുന്നുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Entropy of universe always increases with the time, decreases with the time, remains constant, none of these. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്, പഠിച്ചിട്ടുള്ള increases with the time ആണ്. അതിന്റെ കാരണം എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ടാണ്, യൂണിവേഴ്സിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ആൻസർ വിൽ ബി entropy of universe always increases with time. Ninth question. Which of the following substance has constant specific heat at all temperature and pressure? Monoatomic, diatomic, triatomic, polyatomic. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തപ്പോൾ ഗാമയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഏതിനായിരിക്കും? അത് മോണോ അറ്റോമിക്കിനായിരിക്കും. പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൽ മോണോ അറ്റോമിക്കിന് കോൺസ്റ്റന്റ് ആയിരിക്കും. മോണോ അറ്റോമിക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. The characteristic equation of gases PV = MRT holds good for എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. Monoatomic, diatomic, trivial gases, ideal gases. Which is hold good for ideal gases? Ideal gas എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമാജിനറി ഗ്യാസ് ആണ്, ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് ആണ്. Consists of molecules that are having negligible volume and their collision is perfectly elastic.
ഇപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിലാണ് ഇത് കൂടുതലും വാലിഡ് ആവുന്നത്. 11th question. The device which produces net work in a complete cycle by exchanging heat only with a single thermal reservoir is known as PMM1, PMM2, PMM3 heat pump. എന്താണ് PMM1? Perpetual motion machine of the first kind. ഈ PMM1, PMM2, PMM3 എല്ലാം തെർമോഡൈനാമിക്സ് ലോയിനെ വയലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസസ് നെറ്റ്വർക്ക് അല്ലെ, നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു സിംഗിൾ റിസർവോയറുമായിട്ട് നിന്ന് ഹീറ്റ് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് മാറ്റുന്നു അല്ലെ. ഒരു സെക്കൻഡ് ലോയിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, വി കനോട്ട് കംപ്ലീറ്റ്ലി കൺവേർട്ട് ഹീറ്റ് ഇൻ ടു വർക്ക്, ദർ ഈസ് ഓൾവേസ് സം ലോസ് അല്ലെ, അതിൽ കുറച്ച് ലോസസ് ഉണ്ടാവും. അപ്പൊ PMM2 പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് ആണ് തെർമോഡൈനാമിക് ലോ സെക്കൻഡ് ലോയിനെ വയലേറ്റ് ചെയ്യുന്നത്. ആൻസർ PMM2 ആണ്. ഇവിടെ തന്നിരിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് PMM2 ആണ്, വിച്ച് വയലേറ്റ്സ് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. The steam flow through a nozzle may be assumed as. ഓപ്ഷൻസ് ഉണ്ട്: ഐസോതെർമൽ ഫ്ലോ, ഐസെൻട്രോപിക് ഫ്ലോ, ഡൈവേർജന്റ് ഫ്ലോ, കൺവെർജന്റ് ഫ്ലോ. നോസിലൂടെയുള്ള ഫ്ലോ എപ്പോഴും അതൊരു ഐസെൻട്രോപിക് ഫ്ലോ ആയിരിക്കും, അഡിയാബാറ്റിക് ഫ്ലോ ആയിരിക്കും. ഓക്കെ, adiabatic flow is a condition where overall heat transfer interactions across the boundary of the system and surrounding is zero. The overall heat transfer interaction എന്ന് പറയുന്നത് ഒരു അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ് സംബന്ധിച്ചിടത്തോളം 0 ആണ്. 13th question. The efficiency of Carnot engine is given as 80%. If the cycle direction is reversed, what will be the value of COP of reversed Carnot refrigerator എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ട്: 1.25, 0.5, 0.25, 0.8. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ തന്നിട്ടുണ്ടെങ്കിൽ 1 എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ആയിരിക്കും എഫിഷ്യൻസി ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1/0.8 എന്ന് പറയുമ്പോൾ 1.25 ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 1 + COP ഓഫ് റെഫ്രിജറേറ്റർ ആണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 1 + COP ഓഫ് റെഫ്രിജറേറ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 0.25 എന്നായിരിക്കും ആൻസർ കിട്ടുക. എല്ലാവരും ചെയ്തു നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 14th question. The entropy increase of the solid substance as it melts into liquid at 27 degrees centigrade. അപ്പൊ എൻട്രോപ്പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്: 14.8 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, 120, 10.8, 1.33 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമുക്കറിയാം ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ dQ/T ആണ്. ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 400 ബൈ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 300, 400/300, 1.33 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട്. 15th question വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The two vapor compression cycles having efficiencies of 0.5 and 0.6 are coupled in series, then the efficiencies of the coupled cycle will be. Options under 0.6, 0.8, 0.3 and 0.7. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം രണ്ടും ആഡ് ചെയ്യുക, ദെൻ മൈനസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 0.5 + 0.6 മൈനസ് efficiency 1 into efficiency 2, that is 0.5 into 0.6, 0.3. efficiency 1 plus efficiency 2 minus efficiency 1 into efficiency 2. And the answer is 0.8, option B. 16th question. The cyclic integral of dq minus dw for a process is. Cyclic integral dq minus dw എന്ന് പറയുന്നത് നമുക്കറിയാം, according to the first law, it is a change in internal energy ആണ്. അതിന്റെ സൈക്ലിക് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന്റെ കേസിൽ 0 ആയിരിക്കും. ഒരു പ്രോസസ് നടന്നു കഴിയുമ്പോൾ അല്ലെ, സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ കേസിൽ അത് 0 ആയിരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആണ് നമ്മളുടെ ആൻസർ.
ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. At triple point, what is the number of independent properties needed? 0, 1, 2, 3. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫേസും മൂന്ന് ഫേസും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ കേസിൽ. അപ്പൊ അവിടെ എത്ര ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഉണ്ട് എന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. വി ഹാവ് ദ ഇക്വേഷൻ P plus F is equal to Z plus 2. നമ്പർ ഓഫ് ഫേസസ് 3 ആണ്. നമ്പർ ഓഫ് കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണുള്ളത്. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 minus 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. The heat rejection take place in a Carnot cycle is, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് ഇൻപുട്ട് ചെയ്യുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനിലും ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിലുമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 19th question. For a reversible cycle, the operating temperature limits are 800 Kelvin and 300 Kelvin. It takes 400 kilojoule of heat. The unavailable work will be 120, 150, 250, 100 kilojoule. The efficiency is equal to 1 minus 300 by 800, 5 by 8 ആയിരിക്കും കിട്ടുക. The efficiency എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിന്റെ കേസിൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ്. ഇവിടെ വർക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട് 400 ആണ്. അതിൽ നമുക്ക് വർക്ക് ഡൺ ചെയ്യുന്നത് കിട്ടും 250 കിലോ ജൂൾ ആയിരിക്കും. ദെൻ അൺഅവൈലബിൾ വർക്ക് ഹി റിജക്റ്റഡ് ടു ദ സിങ്ക് എന്ന് പറയുന്നത് 400 മൈനസ് 250 ദാറ്റ് ഈസ് 150 കിലോ ജൂൾ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ചെക്ക് ചെയ്യുക എല്ലാവരും. ദെൻ പോളിട്രോപിക് ഇൻഡെക്സ് ഇൻഫൈനൈറ്റ് ഫോർ PV ratio n is a constant. n-ന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രോസസ് ആണ് എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഐസെൻട്രോപിക്. ഐസെൻട്രോപിക്കിൽ ഗാമയുടെ വാല്യൂ 1-ന് അബോവ് ആയിരിക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ 1 ആണ്. PV is a constant. കോൺസ്റ്റന്റ് പ്രഷറിൽ V is equal to 1. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻഫൈനൈറ്റ് ആവുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എല്ലാവരും ഇതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പോളി ലെക്ചർ എക്സാമിന് അതുപോലെ തന്നെ ഓവർസിയർ ഗൈഡ് എക്സാമുകൾ, മെക്കാനിക്കലിലെ മറ്റു എക്സാമുകൾക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.